മന്ത്രിപ്പണിക്കിടെ അന്തിക്കാട്ടുകാരനായ കർഷകനായി മാറി കൃഷിയിടം കിളച്ചുമറിക്കാനും വിത്തു വിതയ്ക്കാനും കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാറിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ അതിന് സമയം വേണ്ടെന്ന് പറയും അദ്ദേഹം. മനസ്സു മാത്രം മതി, മണ്ണിനെ ഇഷ്ടപ്പെടുന്ന മനസ്സ് എന്നാകും മറുപടി. ഉത്തരവുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന കൈകൾ, ഒരുപാട് കാലം ചെങ്കൊടിയേന്തിയ കൈകൾ പലപ്പോഴും മണ്ണു പുരണ്ടിരിക്കുന്നതും കാണാം. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്നും സമയമില്ലെന്നുമെല്ലാം പറയുന്നവർ അന്തിക്കാട്ടേക്ക് വന്നാൽ എല്ലാം കണ്ടറിയാം. കൃഷി ചെയ്യാൻ തയ്യാറുള്ള മനസ്സുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ വഴികൾ താനേ തുറക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടുവളപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകുമെല്ലാം അവിടെ കാണാം. ഇട്ടാവട്ട് സ്ഥലത്ത് അല്പം മാറി 10 സെന്റ് സ്ഥലമുണ്ട്. അവിടെയാണെങ്കിൽ കോളിഫ്ലവർ, കൊള്ളി, സ്റ്റാർ ഫ്രൂട്ട്, കൈതച്ചക്ക, പയർ, ക്യാബേജ്, കടക്കിൽ തന്നെ ചക്കയുണ്ടായി നിൽക്കുന്ന പ്ലാവിൻ തൈ, അങ്ങനെ കാർഷിക കേരളത്തിന്റെ ഒരു പരിച്ഛേദം അവിടെയും കാണാം. മുണ്ടുമടക്കി കുത്തി ഭാര്യ രേഖയ്ക്കും മകൻ തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി നിരഞ്ജനുമൊപ്പം ഒഴിവു സമയത്തെല്ലാം കൃഷിപ്പണിക്കിറങ്ങാൻ സമയം കണ്ടെത്തും കൃഷിമന്ത്രി. കൂട്ടുകുടുംബമായതിനാൽ അമ്മയോടൊപ്പം പേരക്കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരേ മനസ്സോടെ മണ്ണിലിറങ്ങും. മറുനാടൻ പച്ചക്കറിയെ ആശ്രയിക്കാതെ തൊടിയിലെ കൃഷി കൊണ്ട് വയറു നിറയ്ക്കണമെന്ന് ജനപ്രതിനിധികൾ ആവർത്തിച്ചു പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം ആദ്യം അവനവന്റെ വീട്ടിൽ കാണിച്ച് മാതൃക കാണിക്കണമെന്ന് മനസ്സിലെങ്കിലും പറയുന്നവരാണ് മലയാളികൾ. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളുമെല്ലാം അങ്ങനെ എന്തെങ്കിലും ചെയ്തു കാണിച്ചാൽ പിന്തുടരാൻ വലിയൊരു വിഭാഗമുണ്ടാകും. അതറിഞ്ഞുകൊണ്ട് തന്നെ മോഹൻലാൽ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വന്തം വീട്ടുവളപ്പിൽ ജൈവ കൃഷി ചെയ്ത് മാതൃക സൃഷ്ടിക്കുന്ന മലയാളത്തിന്റെ മഹാനടന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് കൃഷിമന്ത്രി ഫേസ്ബുക്കിൽ പ്രോത്സാഹിപ്പിച്ചത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന ജനകീയ പദ്ധതിയുടെ പ്രചരണാർത്ഥം ചിത്രീകരിച്ച പരസ്യചിത്രത്തിൽ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ മോഹൻലാൽ അഭിനയിച്ചതും തന്റെ കാർഷിക പ്രവർത്തനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി മാറിയതും അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. എല്ലാവർക്കും വലിയ ആവേശം പകരുന്ന കാര്യമാണതെന്നും മന്ത്രി അഭിനന്ദിച്ചു. ജീവനി പദ്ധതി പിന്നീട് കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തുടർന്നു. മമ്മൂട്ടി, ജയറാം, ശ്രീനിവാസൻ, അനൂപ് ചന്ദ്രൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് തുടങ്ങി സിനിമാ മേഖലയിലെ നിരവധി പേർ സ്വന്തം പുരയിടത്തിൽ പച്ചക്കൃഷി ചെയ്യുന്നതും ആശാ ശരത്, കുക്കു പരമേശ്വരൻ, മഞ്ജു പിള്ള തുടങ്ങി സിനിമാ രംഗത്തെ ധാരാളം വനിതകളും കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടുന്നതുമെല്ലാം കൃഷിമന്ത്രി എന്ന നിലയിൽ വലിയ സന്തോഷവും സംതൃപ്തി നൽകുന്ന കാര്യമാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. കൃഷിമന്ത്രിയുടെ കൃഷിപ്പണി കണ്ടാൽ അന്തിക്കാട്ടുകാർക്ക് അതിശയമില്ല. അവർക്ക് അഡ്വക്കേറ്റ് അല്ല സുനിൽകുമാർ, മന്ത്രിയുമല്ല, നാട്ടിലെ കർഷകരിൽ ഒരാളാണ്. രാവിലെ 6 മണി മുതൽ മന്ത്രിയുടെ കൊച്ചുവീട്ടിലെത്തുന്ന നിരവധി സന്ദർശകരോട് സംസാരിക്കുമ്പോഴും കർഷകർ തമ്മിൽ നാട്ടുകാര്യം പറയുകയാണെന്നേ തോന്നൂ. അതെ, മണ്ണാണ് ഈ മനുഷ്യന്റെ ജീവൻ. ഈ ഒരു രീതി നമ്മൾ തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൃഷി എന്ന് പറയുന്നത് ഒരു അടുത്ത പതിറ്റാണ്ടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് മാറും. ഇപ്പൊ ആളുകൾക്ക് ഒരു അവയർനെസ് ആയി. നമ്മള് ഒരു പ്രതിസന്ധിയെ നമ്മളൊരു അവസരമാക്കി നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞ കൃഷി ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കില്ലേ, കേരളത്തിൽ ഇപ്പോൾ നഴ്സറികൾ നോക്കുക, ഏറ്റവും കൂടുതൽ നഴ്സറി എന്തുകൊണ്ട് സജീവമായത്? ജൈവവള കമ്പനികൾ, ജൈവവള യൂണിറ്റുകൾ, ജൈവവളത്തിന്റെ ഔട്ട്ലെറ്റുകൾ എന്നൊരു 1000 കണക്കിന് ആരംഭിച്ചു കേരളത്തിൽ. പരസ്യങ്ങൾ കൊടുക്കുന്ന കമ്പനികൾ വരെ ഉണ്ടായി. അതുപോലെ തന്നെ വിത്ത് മുതൽ സകല മേഖലയിലും ആൾക്കാർ വന്നു. ഇപ്പൊ മാർക്കറ്റിംഗ് രംഗത്ത് ചെറുപ്പക്കാർ ഒരുപാട് ഈ പ്ലാറ്റ്ഫോമുകൾ പച്ചക്കറി കൊടുക്കുന്ന ആൾക്കാർ, പിന്നെ വിത്തുകൾ കൊണ്ടുകൊടുക്കുന്ന ആൾക്കാർ, എല്ലാ മേഖലയിലും ഇപ്പൊ ആ മേഖല ആളുകൾക്ക് ഒരു വരും. അതിന് കാരണം എന്താ വെച്ചാൽ അഭൂതപൂർവമായിട്ട് ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. മറ്റൊരു വളക്കമ്പനി നമ്മളോട് വളക്കട എവിടെ കാണാൻ ഒരെണ്ണുണ്ടാവും. അപ്പൊ അങ്ങനെയല്ല, നഴ്സറികൾ എവിടെയെങ്കിലും കൊണ്ടുണ്ട്. ഇപ്പൊ നഴ്സറികൾ നിറയല്ലേ, നിറയെ നഴ്സറി. അപ്പൊ അതിന് കാരണം ആൾക്കാർ ഇത് വാങ്ങാൻ ഒരു കൃഷിയുടെ ബന്ധപ്പെട്ട ഒരു പരിപാടി വെച്ചാൽ 100 കണക്കിന് ആൾക്കാർ വരും. കൃഷിഭവനുകളിലൊക്കെ പണ്ടത്തെ പോലെയല്ല, ആൾക്കാർ നിറച്ച ആൾക്കാർ വളർന്നു വരും. മറ്റേതിപ്പോൾ നമ്മളൊരു വിത്ത് വന്നു എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് പോലും അടിച്ചേൽപ്പിക്കണം. ഇപ്പൊ ആ പ്രശ്നമില്ല, ആൾക്കാർ കൊടുക്കാൻ പറ്റാത്ത വിഷയമുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ 50 ലക്ഷം വിത്ത് പാക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് 50 ലക്ഷം വിത്ത് പാക്കറ്റ് കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ 50 ലക്ഷം വിത്ത് പാക്കറ്റുകൾ കൊടുത്താലും കൃഷിഭവനിൽ കുറേ ബാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.